ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ രണ്ടാമത്തെ ദിവസമാണ് ബ്രിസ്ബെയിൻ ട്രിപ്പിന്റെ, അല്ലെങ്കിൽ നമുക്ക് ബ്രിസ്ബെയിൻ സീരീസ് എന്നൊക്കെ വിളിക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മളുടെ ഈ 14 ദിവസത്തെ യാത്രയില് ഇന്ന് രണ്ടാമത്തെ ദിവസം. നമ്മള് ഫസ്റ്റത്തെ ദിവസം ഇന്നലെ കാലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി സിഡ്നിയിൽ പോയിട്ട് നമ്മളൊരു മോട്ടലിൽ താമസിച്ചു. ഇന്ന് കാലത്തെ നമ്മള് മോട്ടൽ വെക്കേറ്റ് ചെയ്തു. ഒരു 7 മണിയാകുമ്പോൾ വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ടാ. ഇവിടുന്ന് നേരെ ഗോൾഡ് കോസ്റ്റിലേക്ക്. അപ്പൊ ഇന്നലെ ശരിക്കും 900 കിലോമീറ്റേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്തായിരുന്നു. എന്നിട്ടാണ് നമ്മൾ സിഡ്നിയിൽ എത്തിയത് നമ്മളുടെ വീട്ടിൽ നിന്ന്. ഇന്ന് പറഞ്ഞ പോലെ സിഡ്നിയിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തു. ലിവർപൂളിലാണ് ഞങ്ങൾ താമസിച്ചോ സിഡ്നിയില്. ലിവർപൂളിൽ നിന്ന് ഗോൾഡ് കോസ്റ്റിലേക്ക് അറൌണ്ട് 875 അങ്ങനെ എന്തോ കിലോമീറ്ററിന് താഴെയാണ് ആണ് കിലോമീറ്റർ കേട്ടോ. അപ്പൊ ഞങ്ങള് മോട്ടലിൽ നിന്ന് വണ്ടി ഇറക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ സിറ്റിയുടെ അകത്തൂടിയൊക്കെ എല്ലാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ വഴിക്ക് സൈഡിൽ നമ്മൾ ഇന്നലെ എത്തിയപ്പോഴത്തേക്ക് രാത്രി ആയിരുന്നല്ലോ. അപ്പൊ ഇന്ന് കാലത്ത് നോക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ പപ്പ മരം, അതായത് പപ്പങ്ങ ഉണ്ടല്ലോ, പപ്പായ മരം, അതുപോലെ തന്നെ വേറെന്താ മാവ്, അങ്ങനത്തെ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ എല്ലാം കുംബ്ലൂസ് നാരങ്ങ, മറ്റേ വലിയ നാരങ്ങ ഉണ്ടല്ലോ അത്, അങ്ങനെ കുറെ ചെടി മരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവുന്നതായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ നോർത്ത് സൈഡിലേക്ക്, അതായത് ക്വീൻസ്ലാൻഡിലേക്ക് പോകും തോറും ഇതിന്റെ കാണുന്നതിനുള്ള ലഭ്യത കൂടുതലായിട്ട് ഉണ്ടാവുമായിരിക്കും. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ സിറ്റിയുടെ അകത്തുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോണ്ടല്ലോ സിഡ്നി ശക്തി ടെമ്പിൾ നോക്കിയേ. സരസ്വതി അങ്ങനെ ദൈവത്തിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടേ. ഫ്രണ്ട്സ്, നമ്മൾ കാലത്ത് എണീറ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും ഡ്രസ്സൊന്നും അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഫുള്ള് ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ. വണ്ടിയുടെ പുറത്ത് തണുപ്പാണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ അകത്ത് നമ്മൾ ഹീറ്റിംഗ് ഇട്ടേക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇത് കണ്ടില്ലേ, ഈ ഡ്രസ്സ് തന്നെയിട്ട് ഇറങ്ങിയേക്കുന്നത്. നമ്മള് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ വണ്ടി സിഡ്നിന്ന്, ലിവർപൂളിൽ നിന്ന് വണ്ടി എടുത്തിട്ടെ. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റ് ഏരിയയില് വണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഒന്ന് ഫ്രഷ് ആവുക, വീണ്ടും വണ്ടി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ഇവിടെ നിർത്തിയതാണ്. അപ്പൊ നമ്മള് ന്യൂഡിൽസ് ഉണ്ടാക്കിയായിരുന്നു നമ്മുടെ അക്കോമഡേഷനിൽ നിന്ന്. വാവ്, യമ്മി യമ്മി ന്യൂഡിൽസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ റെസ്റ്റ് ഏരിയയിൽ ഈ പറഞ്ഞ പോലെ പാർക്ക്, ചെറിയ പിള്ളേർ കളിക്കാനുള്ള പാർക്ക്, പിന്നെ ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കണ്ടില്ലേ ടേബിളും ബെഞ്ചും അതുപോലെ തന്നെ ഒരു റൂഫൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യങ്ങളും. ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ അല്ല, റെസ്റ്റ് ഏരിയ. അപ്പോൾ മോട്ടോറുകളുടെ സൈഡിൽ തന്നെയുള്ള റെസ്റ്റ് ഏരിയ. നമ്മള് വണ്ടികളെ പാർക്ക് ചെയ്തു, ടോയ്ലറ്റിൽ പോകണം, ഭക്ഷണം കഴിക്കണമെല്ലാം. അപ്പോൾ നമ്മള് കുക്കിംഗ് ഐറ്റംസ് ഒക്കെ എല്ലാമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അതായത് സ്റ്റൗവ്, ഗ്രോസറി, ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ എല്ലാമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മള് ഈ സ്ഥലം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇരുന്നാണ് നമ്മൾ ഇനി ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളൊരു ഗ്യാസ് സ്റ്റൗ പോർട്ടബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. ഓൾറെഡി ചോറ് നമ്മൾ കാലത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടില് അതായത് കൊച്ചിയില് മുട്ട തിളപ്പിച്ചത്, മുട്ട താളിച്ചതെന്നൊക്കെ പറയും. അപ്പൊ ഇതുണ്ടോ, ഇതാണ് പാർക്കിംഗ് ഏരിയ, ഐ മീൻ റെസ്റ്റ് ഏരിയ. അപ്പൊ പിള്ളേര് രണ്ടുപേരും വണ്ടിയുടെ അകത്ത് ഉറക്കുമായിരുന്നു. വണ്ടി തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവർ ഉറക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ തൽക്കാലം അവർ എണീറ്റിട്ടുണ്ട്. ഞങ്ങള് പെട്ടെന്ന് അവരെ ഇറക്കിയില്ല, കുക്കിംഗ് കഴിഞ്ഞിട്ട് ഇറക്കിയാൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളുടെ മുട്ടക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സ്പൈസി മുട്ടക്കറി. അങ്ങനെ ലൂക്കാസിന് ഭക്ഷണം വാരി കൊടുത്തോണ്ടിരിക്കണേ. പിള്ളേർക്ക് വിശന്നു പോയി, 3 മണിയായേ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. മുട്ടക്കറിയും കുത്തരിച്ചോറും ഇത് കഴിക്കുമ്പോൾ ഉള്ള സംതൃപ്തി നമുക്ക് എന്താ പറയാ, വേറെ എന്താ വെച്ചാൽ കിട്ടും. അടിപൊളി. നമ്മളങ്ങനെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച ഏരിയ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏരിയ ക്ലീൻ ആക്കിയതിനു ശേഷം നമ്മുടെ വേസ്റ്റ് എല്ലാം എടുത്തിട്ട് വേസ്റ്റ് ബിന്നിന്റെ അകത്ത് ഇടണം. ഇതല്ലേ ലൂക്കാസ, കാണിച്ച് വേസ്റ്റ് കാണിച്ചേ. ബിന്നിന്റെ അകത്ത് ഇട്ടോ. സതാപാലയ സാരസാക്ഷി, സതാപാലയ സാരസാക്ഷി, സതാപാലയ സാരസാക്ഷി, സമാന
രഹിത. Today without you I never could have moved away, but now I see what you teach. I do believe I always should have stayed. അങ്ങനെ നമ്മള് ഗോൾഡ് കോസ്റ്റിൽ എത്തിയിട്ടാ. 10:30 ആയപ്പോഴാണ് നമ്മൾ ഗോൾഡ് കോസ്റ്റിൽ എത്തിയത്. സിഡ്നിയിൽ നിന്ന് കാലത്തെ 7 മണിക്ക് അല്ല 7:15 ആയപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി എടുത്താണ്. ഇത്ര നേരം ഡ്രൈവ് ആയിരുന്നു. പിന്നെ നമ്മൾ റിലാക്സ് ചെയ്താ പോകുന്നത്. ഇടയ്ക്ക് വെച്ച് കുക്കിങ്ങും പിന്നെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ എല്ലാമായിട്ട് നമ്മൾ റിലാക്സ് ചെയ്താണ് പോകുന്നത്. പക്ഷെ എനിവേ 10:30 ആയപ്പോഴത്തേക്കും സേഫ് ആയിട്ട് നമ്മളിവിടെ എത്തിയതേയും നമ്മളിവിടെ എത്തിച്ചു. പിന്നെ നമ്മളുടെ അക്കോമഡേഷൻ നമ്മൾ ഇന്നലെ രാത്രി സിഡ്നിയിൽ നിന്ന് ബുക്ക് ചെയ്താണ്, ഗോൾഡ് കോസ്റ്റിലുള്ള. അപ്പോൾ നമ്മൾ ഇത് ഞാൻ റൂമിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു റൂം, ഹീറ്റിങ്ങും AC എല്ലാം ഉണ്ട്. പിന്നെ ഒരു ക്വീൻ സൈസ് ബെഡ് ഉണ്ട്, ഒരു ടേബിള്, TV, അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇൻഡക്ഷൻ ബേസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇൻഡക്ഷൻ ബേസ് അല്ലെങ്കിൽ ഗ്ലാസ് ടോപ്പ് നോർമൽ ഹീറ്റിങ്. പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മുടെ. ഓക്കെ, പിന്നെ സ്പൂണും ഫോർക്കെല്ലാം അതിനകത്തുണ്ട്. പിന്നെ ബൗള്, പ്ലേറ്റ് അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്തും കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയുണ്ട്. പിന്നെ മൈക്രോവേവ് ഓവൻ ഉണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഫ്രിഡ്ജ്, ഫ്രീസർ. പിന്നെ രണ്ടാമത്തെ റൂമിൻ്റെ അകത്ത് ഒരു ക്വീൻ ബെഡ് ഉണ്ട്. പിന്നെ ഒരു കബോർഡ് ഉണ്ട്, അയൺ ബോക്സ്, അയൺ ചെയ്യാനുള്ള ടേബിളും എല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതും ക്ലീനുമായിട്ടുള്ള ടോയ്ലറ്റ്, ബാത്റൂം, ഒരു വാഷ് ബേസിൻ, കബോർഡ്. എന്തായാലും ദൈവന്റെ കഴിച്ച് നല്ല റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുറത്തിരുന്ന് ചായ കുടിക്കാനുള്ള സെറ്റപ്പ്. പക്ഷെ നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരു ചെറിയ ടേബിളും പുറത്തിരുന്ന കസേരയൊക്കെ ഇടുന്നുണ്ട്, ചെറിയൊരു ആൽഫ്രസ്കോ പോലെ സെറ്റപ്പ്. നമ്മൾ വിചാരിച്ചു കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കാമെന്നിട്ടാ. അപ്പൊ നമ്മള് പച്ചക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ക്യാരറ്റ് തോരൻ, മോര് കറി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടാ. ഞാൻ ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് നിൽക്കുവാണേ. നമ്മൾ പറഞ്ഞ വഴിക്ക് ഗ്രോസറി ഷോപ്പിൽ കയറി, വൂൾവർത്തിൽ കയറിയിട്ട് അത്യാവശ്യം നമ്മളുടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, ഗ്രോസറി ഐറ്റംസ് എല്ലാം. അപ്പൊ ബീഫ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇത് ബീഫിന്റെ സിൽവർ സൈഡ് എന്ന് പറയും. അതായത് പശുവിന്റെ ബാക്കിലത്തെ കാലിന്റെ കുറച്ച് മേൽഭാഗത്തായിട്ടുള്ള ഒരു ഭാഗമാണ് ബീഫ് സിൽവർ സൈഡ്. അപ്പോ ഈ ഒരു പീസ് വാങ്ങി. അപ്പൊ ഇനി കട്ട് ചെയ്ത് ഇതും കൂടി ഉണ്ടാക്കിയേക്കാം. നമ്മളുടെ ബീഫ് അങ്ങനെ സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.